ചിരട്ട എപ്പോഴും നമ്മളെ വീട്ടിലെല്ലാവരും വീട്ടിലും ഉണ്ടാവും അല്ലേ. പക്ഷേ നമ്മളത് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ചിരട്ട കൊണ്ട് ഉപയോഗങ്ങൾ. അതിൽ കുറച്ച് ടിപ്സുകൾ കാണിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിലും കൂടുതൽ ഉപയോഗങ്ങൾ നമുക്ക് ചിരട്ട കൊണ്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ രണ്ടാമത്തെ ഒരു വീഡിയോ ആണ് ചിരട്ടയുടേത്. ആരും സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായിട്ട് കാണുക. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇതുപോലെ നമ്മുടെ അരിപ്പൊടി അതുപോലെ അരി എന്നിവയിൽ ഇതുപോലെ നമ്മൾ കോരാനായിട്ട് നമ്മൾ നല്ല കഴുകി ഉണക്കി എടുത്ത് ചിരട്ട ഇട്ട് കൊടുത്താൽ അത് കട്ട പിടിക്കാണ്ടും പ്രാണികൾ വരാണ്ടും ഇരിക്കാനായിട്ട് സഹായിക്കും കേട്ടോ. അടുത്തായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ചിരട്ട ക്രഷ് ചെയ്തെടുക്കുക. ഒരു ഇടികല്ലുണ്ടെങ്കിൽ അതൊന്നു കൊണ്ട് ഒന്ന് ചതച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കിട്ടും. ഈ ഒരു തണുപ്പ് കാലത്ത് നമുക്ക് ശരീരവേദന വളരെ അധികം ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതുപോലെ ചിരട്ടയിട്ട് വെള്ളം തിളപ്പിച്ച് മേല് കഴുകിക്കഴിഞ്ഞാൽ നമുക്ക് ആ ശരീരവേദന വളരെ ആശ്വാസം കിട്ടും കേട്ടോ. അതുപോലെ നമ്മൾ പഞ്ചസാരയിൽ പയറ് പരിപ്പിലൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് ചിരട്ട കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കട്ട പിടിക്കാതിരിക്കാനും പ്രാണികൾ വരാതിരിക്കാനൊക്കെ സഹായിക്കും കേട്ടോ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സുകൾ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. ചിരട്ട ഇതുപോലെ നമുക്ക് എന്താ പറയുക കത്തിക്കാതെയും ഉണക്കാതെയും പൊടിക്കാതെയൊക്കെ ചെയ്യുന്ന കുറച്ചധികം ടിപ്സുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണണം എന്നുള്ളവർ അത് പോയി കാണുക. അടുത്തായിട്ട് ഞാൻ ഒരു 4-5 ചിരട്ട എടുത്തിട്ടുണ്ട്. അതൊന്ന് ഗ്യാസ് അടുപ്പിൽ വെച്ച് കത്തിക്കുന്നുണ്ട് കേട്ടോ. അടപ്പുള്ളവർ അടുപ്പിൽ വെച്ച് കത്തിച്ചോളൂ. എനിക്കിപ്പോൾ അടപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഗ്യാസ് അടുപ്പിൽ ഇതുപോലെ വെച്ചാണ് ഞാൻ കത്തിക്കുന്നത്. നമ്മളിത് കത്തിക്കുമ്പോൾ നമ്മളുടെ കടലാസ് കൊണ്ട് കത്തിക്കാനോ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാനോ ഒന്നും പാടില്ല കേട്ടോ. ചിരട്ട മാത്രം കത്തിച്ചെടുക്കുക. നമ്മൾ പുതിയ ചട്ടികൾ എടുക്കുമ്പോൾ മയക്കി എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ. 2 ദിവസം പച്ചവെള്ളത്തിലിട്ടതിന് ശേഷം വെള്ളം കുറച്ചൊഴിച്ച് നേരിയ തീയിൽ വെച്ച് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ചിരട്ട കൊണ്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ 100 വർഷമായാലും ആ ചട്ടി പൊട്ടിപ്പോകുകയോ ഒരു എന്താ പറയുക വിള്ളൽ വരികയോ ആ ഒരു സ്ട്രോങ് കുറയുകയോ ചെയ്യില്ല കേട്ടോ. നിങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത് കത്തിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കുട്ടികളൊന്നും അടുത്ത് പാടില്ല. അതുപോലെ നമ്മൾ കത്തിച്ചതിന് ശേഷം പുറത്തു കൊണ്ട് വെക്കുന്നതാണ് നല്ലത്. ഇത് നല്ലതുപോലെ ആളിക്കത്തും. ഒരിക്കലും മണ്ണെണ്ണയൊന്നും ഒഴിക്കരുത് കേട്ടോ. നമ്മൾ ചിരട്ട മാത്രം കത്തിച്ചെടുക്കാവുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് അത് ആറി നല്ലതുപോലെ വരണം. കണ്ടില്ല, അതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ തന്നെ കറുത്ത് കിട്ടിയിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആകും, നല്ലപോലെ മയങ്ങി കിട്ടും. നമ്മൾ ഇതിൽ ഇനി യാതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അത്ര സ്ട്രോങ് ആയിട്ട് കിട്ടും കേട്ടോ. നമുക്ക് ഈ ഒരു ചട്ടി പൊട്ടാതിരിക്കാനും അതുപോലെ തന്നെ നല്ല നോൺ സ്റ്റിക്ക് പോലെ നമുക്ക് ആയി കിട്ടാനും ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നല്ല പോലെ തന്നെ കിട്ടും. ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കാട്ടോ. നമ്മളപ്പോൾ ഈ ഒരു ചിരട്ട കത്തിച്ചത് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കുറച്ച് കടലപ്പൊടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ കഴുകി എടുക്കാം കേട്ടോ. ഇത്രയും നമ്മൾ ചെയ്താൽ മതി. ചിരട്ട കത്തിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കുട്ടികളൊന്നും ചെയ്യരുത്. കുറച്ച് നല്ല പ്രായമായിട്ടുള്ള അറിയാവുന്നവർ ചെയ്യണം കേട്ടോ. ചിരട്ട നല്ലതുപോലെ ഇങ്ങനെ കത്തി ആളി വരും. അപ്പോൾ അതില്ലാതെ അത് സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാനായിട്ട്. ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ തണുപ്പായതുകൊണ്ട് ഗ്യാസ് അടപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പൂപ്പൽ വരുന്ന ശല്യമേ ഉണ്ടാവില്ല കേട്ടോ. മഴക്കാലത്ത് വളരെ ബുദ്ധിമുട്ടല്ലേ നമ്മൾ ചട്ടി സൂക്ഷിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഉപയോഗിച്ച് കഴിയുമ്പോൾ ഒന്ന് ഗ്യാസ് അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുക്കുക. നമ്മൾ ഈ ഒരു ചിരട്ടയുടെ ആ ഒരു കരി നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് എടുക്കുന്നുണ്ട്. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. ഒരു തരിയേ പാടില്ല. നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടണം. അത് നല്ലപോലെ ശ്രദ്ധിക്കണം. നമ്മൾ ഉപയോഗിക്കുമ്പം ഒരു തരിയും പാടില്ല. പൂർണ്ണമായിട്ട് നല്ല പൗഡർ പരുവത്തിൽ നമുക്കത് കിട്ടണം. ഈ ഒരു മിക്സിയിൽ നമ്മൾ ഇത് ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ തന്നെ നമ്മൾ ബ്ലേഡിന് നല്ല മൂർച്ച വരുവാനും നല്ല ക്ലിയർ ആകാനും ക്ലീൻ ആകാനൊക്കെ സഹായിക്കും കേട്ടോ. ഫസ്റ്റ് യൂസ് ഇതാണ്. ബ്ലേഡ് നല്ല മൂർച്ച വയ്ക്കും. അതുപോലെ തന്നെ അത് കരിയാകാത്ത ചിരട്ട കഷ്ണം ഇടരുത് കേട്ടോ. ബ്ലേഡ് ഒടിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. നല്ലപോലെ ഇതായത് മാത്രമേ ഇടാവുള്ളൂ കേട്ടോ. നല്ലപോലെ കത്തിയത് മാത്രമേ ഇടാവുള്ളൂ. അപ്പോൾ അടുത്തതായിട്ട് ഇതുപോലെ ഡാൻഡ്രഫൊക്കെ ഉണ്ടാവില്ലേ, മിക്കവരുടെ തലയിലും ഇപ്പോൾ ഈ ഒരു ഡാൻഡ്രഫിൻ്റെ ശല്യം ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു കരി കൊണ്ട് എന്ത് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. ഒരു ബൗളിൽ നമ്മൾ ഒരു കുപ്പിയിലോ ഒരു ഗ്ലാസ്സിലോ എന്തിലാണെങ്കിലും മതി. ഒരു 1/2 ടീസ്പൂൺ നമ്മൾ ഈ ഒരു കരി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചിരട്ട കത്തിച്ച കരി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഒരു 1/4 ഗ്ലാസ്
നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നമ്മൾ വെയിലത്ത് ഒരു 2 ദിവസം വെച്ചതിന് ശേഷം ആഴ്ചയിൽ 3 ദിവസം തലയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ഡാൻഡ്രഫ് പോകുന്ന വഴിയേ അറിയില്ല, അത്ര എഫക്റ്റീവാണ്. വെയിലത്ത് ഒന്ന് 2 ദിവസം വെക്കണം. ഇപ്പോൾ ഈ മഴ സമയമായതുകൊണ്ട് വെയിൽ അധികം ഇല്ല, വെയിലുള്ള സമയങ്ങളിൽ അതൊന്ന് കൊണ്ടുപോയി വെച്ച് നിങ്ങൾ ഇതൊന്ന് തേച്ച് നോക്കട്ടെ. കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ഇതൊന്ന് നിങ്ങൾ തലയോട്ടിയിൽ നല്ലതുപോലെ മസാജ് ചെയ്ത് പിടിപ്പിച്ച് കഴുകി കഴിഞ്ഞാൽ ആ ഒരു ഡാൻഡ്രഫിൻ്റെ പ്രശ്നമേ ഇല്ലാതാവും കേട്ടോ. നിങ്ങൾ ഇതൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് നോക്കും, വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഹോം റെമഡിയാണ്. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു നല്ല പോലെ പൊടിഞ്ഞ് നല്ല ഫൈനായിട്ട് കിട്ടണമെന്ന് പറഞ്ഞത് നമുക്ക് അത്രയും എന്താണ് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ അത് നമുക്കതൊരു ദോഷമായിട്ട് വരും. അതുകൊണ്ടാണ് നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടണമെന്ന് പറയുന്നത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഞാൻ ഈ ഒരു പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ല ഇതായിട്ട് ആ ഒരു വിനാഗിരി ഒഴിക്കുമ്പോഴത്തേക്കും അതിലൊരു ഇങ്ങനെ ഒരു റിയാക്ഷൻ നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ല ഹോം റെമഡീസാണ് കേട്ടോ. നിങ്ങൾ ഇത് ചെയ്തു നോക്കിയാൽ ഇതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ സിങ്കൊക്കെ നമ്മൾ ആഴ്ചയിൽ 1 ദിവസം നമ്മൾ ഇതുപോലെ ഒന്ന് കഴുകി കഴിഞ്ഞാൽ ആ ഒരു പുതുമ നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും. നമ്മളെ സിങ്കിൻ്റെ ആ ഒരു പഴയ ലുക്കൊക്കെ പോയി നല്ലതുപോലെ ഇത് നല്ല ഫൈൻ പൗഡർ ആകണമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഉരവ് വീഴാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മൾ സ്പോഞ്ച് കൊണ്ടാണ് ഇത് കഴുകിയെടുക്കുന്നത്. ബാത്റൂമിൽ കണ്ടില്ലേ നല്ല മഞ്ഞ കറയുണ്ട്. നമ്മളെ കിണർ വെള്ളമൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നല്ല മഞ്ഞ കറയുണ്ട്. അവിടെയായിട്ട് ഡൈ ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു കറയും ഈ ബാത്റൂമിൽ പിടിക്കുമ്പോൾ അത് പോവില്ല. അതിന് നമ്മൾ ഈ ഒരു മിശ്രിതം ഒഴിച്ചതിന് ശേഷം ഒന്ന് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. അല്ലാണ്ട് ബ്രഷൊന്നും വേണമെന്നില്ല. പക്ഷെ നമുക്ക് കൈകൊണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇതുകൊണ്ട് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചൊരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം അതൊന്ന് കഴുകി നോക്കട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നല്ല ക്ലീൻ ആവും. നമുക്ക് സോപ്പ് പൊടിയും വേണ്ട, ബ്രഷ് ഒന്നും ആവശ്യമില്ല. പക്ഷേ നമുക്കതൊന്ന് എല്ലായിടത്തും തേച്ച് പിടിപ്പിക്കാനായിട്ട് കൈകൊണ്ട് പറ്റാത്തത് കൊണ്ട് മാത്രം ആ ഒരു ഇത് ഉപയോഗിച്ചേക്കുന്നത് കേട്ടോ. ഒരക്കെ പിടിക്കുക ഒന്നും വേണ്ട. അതൊന്ന് ഒഴിച്ച് എല്ലായിടത്തും ഒന്ന് നല്ല സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് കഴുകി നോക്കിയൊക്കെ കണ്ടല്ല നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഹാംഫുള്ളായിട്ടുള്ള കെമിക്കൽ ഉപയോഗിക്കേണ്ട, സോപ്പ് പൊടി ഉപയോഗിക്കേണ്ട ഒന്നും വേണ്ട. ആഴ്ചയിൽ 1 ദിവസം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്യുക. വിനാഗിരിയും നമ്മളുടെ ആ ഒരു ചിരട്ട കരിച്ച ആ ഒരു പൊടിയും കേട്ടോ. വളരെ എഫക്റ്റീവാണ്. ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തു നോക്കിയാൽ അതിൻ്റെ റിസൾട്ട് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അടുത്തതായിട്ട് ഞാനൊരു കോട്ടൺ തുണി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് 1/4 ടീസ്പൂൺ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. കോട്ടൺ തുണി നല്ല രീതിയിൽ കഴുകി ഉണക്കി എടുത്തതായിരിക്കണം. നമ്മൾ അവിടെ ഇവിടെ വലിച്ചെറിഞ്ഞതൊന്നും എടുക്കരുത് കേട്ടോ. അതുപോലെ ഒരു യൂസിനെ നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് നല്ലപോലെ കഴുകി ഉണക്കി എടുത്തതിന് ശേഷം നമുക്ക് എത്രയാണോ നീട്ടം വേണ്ടത് അത്രയും നീട്ടത്തിൽ ഒരു കയറോ എടുക്കുക. ഇതുപോലൊരു നൂലോ എന്തെങ്കിലും എടുക്കുക. നേരിയ ഒരു നൂലാണെങ്കിലും മതി കേട്ടോ. എന്നിട്ട് ഇത് നല്ലതുപോലെ കെട്ടിക്കൊടുക്കുക. ഇനി നമ്മളുടെ കിണർ വെള്ളമൊക്കെ ഉപയോഗിക്കുമ്പം ഒരു കട്ടിച്ചൊവയും ഉണ്ടാകും, ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ, ഒരു പ്രത്യേക ഒരു ഇതല്ലേ. അപ്പോൾ അത് മാറിക്കിട്ടാനായിട്ട് ടാങ്കിൽ ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക. ആഴ്ചയിൽ 1 ദിവസം ഇതൊന്ന് മാറ്റി കൊടുക്കണം കേട്ടോ. ഇത് ഒന്നരാടം വെച്ച് കഴിയാൽ പോലും കിണർ വെള്ളം ആയതുകൊണ്ട് ഇതുപോലെ അഴുക്ക് വന്ന് കിടക്കും. അപ്പോൾ ആ ഒരു കിണർ വെള്ളത്തിൻ്റെ ആ ഒരു ചൊവ്വയും ഇതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ഈ ഒരു കരി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് സഹായിക്കും. ഒരു കട്ടിപ്പ് മാറാനായിട്ട് സഹായിക്കും, പ്യൂരിഫൈ ആകാനായിട്ട് സഹായിക്കും. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തതായിട്ട് ഞാനൊരു ബൗളിലേക്ക് 1 ടീസ്പൂൺ നമ്മളുടെ ഇത് കരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ അര മുറി നാരങ്ങയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നാരങ്ങ ഇല്ലെങ്കിൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. പക്ഷെ നാരങ്ങ ആകുമ്പോൾ ഒരു നല്ലൊരു സ്മെല്ലല്ലേ, അതുകൊണ്ടാണ് ഞാൻ നാരങ്ങ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ കറുപ്പ് കൗണ്ടർ ടോപ്പൊക്കെ ഉള്ളവരും
കറുപ്പ് ഗ്രാനൈറ്റ് ഉള്ള വീടുകളിലും ഒക്കെ നമുക്കിത് വളരെ യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. വെള്ളയിൽ ഞാൻ അങ്ങനെ ഉപയോഗിക്കാനായിട്ട് പറയില്ല. പക്ഷെ ബ്ലാക്ക് നമ്മൾ നരച്ചൊക്കെ പോവില്ലേ, ഒരു എന്താ പറയുക, ഒരു പുതുമ പോവില്ലേ. നമ്മൾ ഗ്രാനൈറ്റൊക്കെ സിറ്റ് ഔട്ടിലുള്ളതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ വെയിൽ കൊണ്ട് ഭയങ്കരമായിട്ട് ഫെയ്ഡായ പോലെ തോന്നൂലേ. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ ഈ ഒരു മിശ്രിതം കൊണ്ട് നമ്മൾ അതൊക്കെ തുടച്ച് കഴിഞ്ഞാൽ നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ. നല്ല പോലെ ഇത് മിക്സ് ചെയ്ത് നമ്മൾ എടുത്തതിന് ശേഷം നല്ലതുപോലെ അതിൻ്റെ വെള്ളം നല്ല ഇതാക്കി കളഞ്ഞതിന് ശേഷം മാത്രം തുടക്കാവുള്ളൂ. വെള്ളത്തേ പടി തുടക്കരുത്, നാരങ്ങയും കൂടി ഉള്ളത് കൊണ്ട്. അപ്പോൾ നമ്മൾ നല്ലപോലെ ഡ്രൈ ആക്കിയതിന് ശേഷം അത് തുടച്ച് കൊടുക്കുക കേട്ടോ. അതുപോലെ നമ്മളുടെ അടുക്കളയിലുണ്ടാകുന്ന കൗണ്ടർ ടോപ്പ് ബ്ലാക്ക് ആണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മളെപ്പോഴും കൗണ്ടർ ടോപ്പൊക്കെ ഉപയോഗിക്കുമ്പോൾ അതൊരു പുതുമ നഷ്ടപ്പെടുന്ന പോലെ തോന്നും അല്ലേ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ആ പോളിഷ് ചെയ്ത പോലെ നമുക്ക് കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും. ആ ഒരു ഭംഗി തിരിച്ച് കിട്ടുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുക. എല്ലാ ടിപ്സുകളും ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.